ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് സുബ്രഹ്മണ്യ ഭാരതി എഴുതിയ വിണ്ട് എന്ന പോത്തിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പം അതിന് മുമ്പായിട്ട് സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് നമുക്ക് കുറച്ച് മനസ്സിലാക്കാം. അദ്ദേഹം ഒരു തമിഴ് പോയറ്റായിരുന്നു. അദ്ദേഹം ജേർണലിസ്റ്റ് കൂടെയാണ്. അതുപോലെ അദ്ദേഹം ജനിച്ചത് 1882 അതുപോലെ അദ്ദേഹത്തിന് ഭയങ്കര ദേശസ്നേഹമായിരുന്നു. ഈ പോയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിണ്ട് എന്നുള്ള പോയം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതി ആണെങ്കിലും നമ്മുടെ എ കെ രാമാനുജൻ ഒരു പോയറ്റാണ്. അദ്ദേഹമാണിത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതുപോലെ ഈ പോയം എഴുതിയിരിക്കുന്നത് ഫ്രീ വേഴ്സിലാണ്, അതായത് വിത്തൗട്ട് എ റൈം സ്കീം. ഇതിനൊരു റൈം സ്കീം ഇല്ല. ഇനി നമുക്ക് നമ്മുടെ പോയത്തിലോട്ട് കടക്കാം. Wind, come softly. Don't break the shutters of the windows. Don't scatter the papers. Don't throw down the books on the shelf. അപ്പം പോയിട്ട് തുടങ്ങുമ്പോൾ തന്നെ റിക്വസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. പോയിറ്റ് മേക്ക് റിക്വസ്റ്റ് ദ വിൻഡ്. എന്താ പറയുന്നത്? വിൻഡ് കം സോഫ്റ്റ്ലി. അപ്പോൾ കാറ്റിനോട് പറയുകയാണ്, കാറ്റെ മെല്ലെ വാ. ഡോണ്ട് ബ്രേക്ക് ദ ഷട്ടേഴ്സ് ഓഫ് ദ വിൻഡോസ്. ജനലിൻ്റെ ഷട്ടറുകൾ തകർക്കരുത്. അതുപോലെ ഡോണ്ട് സ്കാറ്റർ ദ പേപ്പേഴ്സ്. അതുപോലെ നീ പേപ്പറുകൾ ചിതറിക്കരുത്. വിൻഡിനോട് പറയുകയാണ് സ്ലോ ആയിട്ട് വീശ് എന്ന് പറയുവാണ്. ഡോണ്ട് ത്രോ ഡൗൺ ദ ബുക്സ് ഓൺ ദ ഷെൽഫ്. അതുപോലെ അലുമാരയിൽ വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ താഴെ ഇടാതെ. അപ്പോൾ കാറ്റിനോട് സൗമ്യമായിരിക്കാനും നാശം വരുത്താതിരിക്കാനും കവി ആവശ്യപ്പെടുകയാണ് ഇത്രയും ലൈനിൽ. ഇനി അടുത്ത ലൈൻ നമുക്ക് നോക്കാം. There, look what you did. You threw them all down. You tore the pages of the books. You brought rain again. അപ്പോൾ ഇതിൽ ഈ 3 ലൈനിലും പോയിട്ട് കുറ്റപ്പെടുത്തുക വിൻഡിന്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം വിൻഡിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്ത് സ്ലോയിൽ വീശണേന്ന്. ഇപ്പം എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് അറിയാമോ? വിൻഡ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് വീശി. അപ്പോൾ സ്ട്രോങ് ആയിട്ട് വീശിയപ്പോൾ എന്തൊക്കെ നാശങ്ങളാണ് സംഭവിച്ചതെന്ന് അറിയാമോ? പറയുവാണ്, ദെയർ ലുക്ക് വാട്ട് യു ഡിഡ്. അവിടെ നോക്ക് നീ എന്താ ചെയ്തതെന്ന്. യു ത്രൂ ദം ഓൾ ഡൗൺ. എല്ലാം താഴെ ഇട്ടു. യു ടോർ ദ പേജസ് ഓഫ് ദ ബുക്സ്. പുസ്തകത്തിൻ്റെ പേജുകൾ കയറി. അപ്പോൾ അത്രയും ശക്തമായിട്ടുള്ള കാറ്റാണ് വീശിയത്. യു ടോർ ദ പേജസ് ഓഫ് ദ ബുക്സ്. യു ബ്രോട്ട് റെയിൻ എഗെയിൻ. അപ്പോൾ നീ വീണ്ടും മഴ കൊണ്ടുവന്നു എന്നാണ് നമ്മുടെ പോയിറ്റ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ലൈൻ നോക്കാം. യു ആർ വെരി ക്ലവർ അറ്റ് പോക്കിംഗ് ഫൺ അറ്റ് വീക്ക്ലിങ്സ്. അപ്പോൾ പറയുവാണ് ഈ ദുർബലരായിട്ടുള്ള വീക്കായിട്ടുള്ളവരെ കളിയാക്കുന്നതിൽ നീ മിടുക്കനാണ് എന്ന് വെച്ചാൽ യു ആർ വെരി ക്ലവർ എന്ന് പറയുവാണ്. അതുപോലെ അടുത്ത ലൈനിൽ പറയുന്നു, ഫ്രെയിൽ ക്രംബ്ലിംഗ് ഹൗസസ്, ക്രംബ്ലിംഗ് ഡോർസ്, ക്രംബ്ലിംഗ് റാഫ്റ്റേഴ്സ്, ക്രംബ്ലിംഗ് വുഡ്, ക്രംബ്ലിംഗ് ബോഡീസ്, ക്രംബ്ലിംഗ് ലൈവ്സ്, ക്രംബ്ലിംഗ് ഹാർട്ട്സ്. അപ്പോൾ ഫ്രെയിൽ എന്ന് വെച്ചാൽ ദുർബലമായ. അപ്പോൾ ഈ ക്രംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പൊടിയാക്കുക. അപ്പോൾ എന്തിനേക്ക് ഈ പൊടിയാക്കുന്നത് വെച്ചാൽ നശിപ്പിച്ച് ഡിസ്ട്രോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് കാറ്റ്. ഹൗസസ്, ഡോർസ്, റാഫ്റ്റേഴ്സ്. റാഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ്? ദ സ്ലോപ്പിംഗ് പീസസ് ഓഫ് വുഡ് ദാറ്റ് സപ്പോർട്ട് എ റൂഫ്. അതായത് ഈ മേൽക്കൂരയിലൊക്കെ താങ്ങി നിർത്തുന്ന ഈ ചരിഞ്ഞ മരക്കഷ്ണങ്ങളില്ലേ? നമ്മൾ ഇമേജസ് ഗൂഗിളിലൊക്കെ ഇമേജസ് നോക്കിയാൽ റാഫ്റ്റേഴ്സ് നമുക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടും. ഓക്കെ, അതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് ക്രംബ്ലിംഗ് ബോഡീസ്, ക്രംബ്ലിംഗ് ലൈഫ്സ്, ക്രംബ്ലിംഗ് ഹാർട്ട്സ്. അതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീക്കായിട്ടുള്ള പേഴ്സൺസ് അവർ ഈ അഡ്വേഴ്സിറ്റിയൊക്കെ ഫേസ് ചെയ്യുമ്പോൾ, അതായത് കഷ്ടപ്പാടുകൾ ഫേസ് ചെയ്യുമ്പോൾ അവർ ബ്രേക്കായി പോകും. അതായത് അവർ സ്ട്രോങ് അല്ല. അപ്പോൾ അതിനോട് ഉദ്ദേശിച്ചാണ് ഇവിടെ പറയുന്നത് ക്രംബ്ലിംഗ് ലൈഫ്സ്, ക്രംബ്ലിംഗ് ഹാർട്ട്സ് എന്ന്. ഓക്കെ, നമുക്ക് അടുത്ത ലൈനിലോട്ട് പോവാം. The wind god winnows and crushes them all. അപ്പം ഇവിടെ പോയിട്ട് വിൻഡിനെ ഒരു ഗോഡായിട്ട് അഡ്രസ്സ് ചെയ്യുവാണ്. ദ പോയിറ്റ് ഈസ് അഡ്രസ്സിങ് ദ വിൻഡ് ആസ് ഗോഡ്. അപ്പം വിൻഡിനെ ഒരു ഗോഡായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറയുവാണ്, ദ വിൻഡ് ഗോഡ് വിനോസ് ആൻഡ് ക്രഷസ് ദം ഓൾ. അപ്പോൾ വിനോവിങ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ്സാണ്? ദ പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഗ്രെയിൻ ഫ്രം ചാഫ്. അതിനെയാണ് വിനോവിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറ്റില്ലേ, പതിരിൽ നിന്ന് ധാന്യം വേർതിരിക്കുന്ന ഒരു പ്രക്രിയയാണ് വിനോവിങ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? വിൻഡ് ഗോഡ് സെപ്പറേറ്റ് ചെയ്യുവാണ് സ്ട്രോങ് പീപ്പിളിനെ ഫ്രം ദ വീക്ക് പീപ്പിൾ. അതായത് ശക്തരായ ആളുകളെ ദുർബലരായ ആളുകളിൽ നിന്ന് വേർതിരിക്കുവാണ്. അതുകൊണ്ടാണ് ഈ വിനോവിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ധാന്യത്തിൽ നിന്ന് പതിര് മാറ്റുന്നതെന്ന്.
അതേപോലെ ശക്തരായ ആളുകളെ ഈ ദുർബലരായ ആളുകളിൽ നിന്ന് വേർതിരിക്കുന്നതിനാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഡ്യൂ ടു ഹെവി ആൻഡ് സ്ട്രോങ് വിൻഡ് ഓൾ ദ വീക്ക് തിങ്സ് ഫോൾ ആൻഡ് ഗെറ്റ് ഡിസ്ട്രോയ്ഡ്. അപ്പോൾ ഭയങ്കര കാറ്റ് വീശുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? വീക്കായിട്ടുള്ള കാര്യങ്ങളെല്ലാം താഴെ വീണ് അതെല്ലാം ഡിസ്ട്രോയ് ആകുന്നു. അതാണ് ക്രഷസ് ദം ഓൾ. ദ വിൻഡ് ഗോഡ് വിനോസ് ആൻഡ് ക്രഷസ് ദം ഓൾ. ഓക്കെ, ഇനി അടുത്ത ലൈനിലോട്ട് പോവാം. അതിൻ്റെ ഒരു പിക്ചർ, ഒരു ഇമേജ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ കേട്ടോ, വിനോയിൻ്റെ ഒരു ഇമേജ്. ഹി വോണ്ട് ഡു വാട്ട് യു ടെൽ ഹിം. അപ്പോൾ ഹീ ഇവിടെ ഉദ്ദേശിക്കുന്ന ആരെയാണ്? റെഫർ ചെയ്യുന്ന ആരെയാണ്? നമ്മുടെ വിൻഡിനെയാണ്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേൾക്കത്തില്ല, അത് പറഞ്ഞാൽ കേൾക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ലൈൻ, അതായത് ഇവിടെ മുതൽ, അതായത് ഈ ഹി വോണ്ട് ഡു വാട്ട് യു ടെൽ ഹിം എന്ന് പറയുന്നത് ദ പോയറ്റ് നൗ സ്പീക്സ് ടു ദ റീഡേഴ്സ്. നമ്മുടെയൊക്കെ പോയറ്റ് പറയുവാണ്, നമ്മുടെയൊക്കെ സംസാരിക്കുവാണ്. ഹി വോണ്ട് ഡു വാട്ട് യു ടെൽ ഹിം. അപ്പം നിങ്ങൾ പറയുന്നത് വിൻഡ് കേൾക്കത്തില്ല. സോ come, let's build strong home, let's join the doors firmly. അപ്പം നമ്മൾ കാറ്റിനെ നിർദ്ദേശിക്കുന്നതിന് പകരം നമ്മളെ തന്നെ ഒരുക്കണം. നമ്മളെങ്ങനെയാണ് നമ്മളെ തന്നെ ഒരുക്കുന്നത്? നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു വീട് ബിൽഡ് ചെയ്യണം. അതുപോലെ കാറ്റ് അകത്ത് പ്രവേശിക്കാത്ത രീതിയിൽ നമ്മൾ ഡോറ് ക്ലോസ് ചെയ്യണം. പ്രാക്ടീസ് ടു ഫേം ദ ബോഡി, അതായത് നമ്മുടെ ശരീരത്തെ ശക്തരാക്കണം. പ്രാക്ടീസ് ടു ഫേം ദ ബോഡി, മേക്ക് ദ ഹാർട്ട് സ്റ്റെഡ് ഫാസ്റ്റ്, അതായത് നമ്മുടെ ഹൃദയത്തെ ദൃഢവുമാക്കണം. അപ്പോൾ എന്താ ചെയ്യാനൊക്കുന്നത്? സോ വി ക്യാൻ ഫേസ് ദ ഡിഫിക്കൽട്ടീസ് ആൻഡ് ഓവർകം ഓൾ ദ ചലഞ്ചസ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടീസൊക്കെ ഫേസ് ചെയ്യാനൊക്കും. അതുപോലെ വെല്ലുവിളികളെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനൊക്കും. ഡു ദിസ് ആൻഡ് ദ വിൻഡ് വിൽ ബി ഫ്രണ്ട്സ് വിത്ത് അസ്. അപ്പോൾ ഇഫ് വി ആർ ഏബിൾ ടു ഡു ദിസ്, അതായത് നമുക്ക് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യാനും ചലഞ്ചസ് ഓവർകം ചെയ്യാനും മൊത്തം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ദ വിൻഡ് വിൽ ഇൻവൈറ്റ് അസ് ടു ബിക്കം ഇറ്റ്സ് ഫ്രണ്ട്. നമ്മളെ വിൻഡിൻ്റെ ഫ്രണ്ടായിട്ട് ഇൻവൈറ്റ് ചെയ്യും നമ്മൾ. അപ്പം ഇതിലെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്യാരക്ടർ സ്ട്രോങ് ആണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളെയും എളുപ്പത്തിൽ നേരിടാൻ കഴിയും. ഇപ്പം നിങ്ങളുടെ ക്യാരക്ടർ സ്ട്രോങ് അല്ല, നിങ്ങൾ സ്ട്രോങ് അല്ലെന്ന് വെച്ചോ, അപ്പോൾ പ്രശ്നങ്ങൾ നമുക്ക് പിന്നെ എന്ത് തരും? പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കും. അപ്പം നമ്മൾ എന്തായിരിക്കണം? വി ഹാവ് ടു ബി വെരി സ്ട്രോങ്. നമ്മൾ നല്ല ഏത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നാലും നമ്മളത് ഫേസ് ചെയ്യണം. The wind blows out weak fires. He makes strong fires roar and flourish. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിക്കേ, the wind blows out weak fires. അതായത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ ദുർബലമായ തീ? അപ്പം ഈ ദുർബലമായ തീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആളിക്കത്തുന്ന തീയല്ല. ഈ ദുർബലമായ തീ കെടുത്തിക്കളയാൻ കാറ്റിന് കഴിയും, പെട്ടെന്ന് കെടുത്തിക്കളയും. അതേപോലെ he makes strong fires roar and flourish. അപ്പോൾ തീ ശക്തമായി കത്തുകയാണെന്ന് വെച്ചോ നിങ്ങൾ. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ കാറ്റ് വീശുവാണെങ്കിൽ കാറ്റ് അതിനെ കൂടുതൽ തീവ്രമാക്കും, കൂടുതലൂടെ സ്ട്രോങ് ആയിട്ട് അത് കത്തും. അപ്പോൾ അങ്ങനെ ശക്തമായതിനെ നർച്ചർ ചെയ്യും, അതായത് പരിപോഷിപ്പിക്കും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തുവാണ്. പോയിട്ട് പറയുകയാണ്, നമ്മൾ സ്ട്രോങ് ആണെന്ന് വെച്ചോ, if we are strong then the wind is a good friend for us. അതായത് നമ്മുടെ സ്ട്രെങ്ത് അത് ഇൻക്രീസ് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ all the trouble, ഇതൊരു ഇഡിയമാണ്, ദിസ് ഇസ് എൻ ഇഡിയം. അതെന്ന് വെച്ചാൽ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, all troubles that we face in life will strengthen us. അതായത് നമ്മൾ if we strong, ശക്തമാണെങ്കിൽ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ കൂടുതൽ ശക്തമാക്കും. അതുപോലെ നമ്മളിപ്പോൾ ദുർബലരാണെങ്കിൽ പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. അതാണ് പറയുന്നത് കണ്ടോ, ദ വിൻഡ് ബ്ലോസ് ഔട്ട് വീക്ക് ഫയേഴ്സ് ആൻഡ് ഹീ മേക്സ് സ്ട്രോങ് ഫയേഴ്സ് റോർ ആൻഡ് ഫ്ലറിഷ്. അതാണ്, നമ്മൾ സ്ട്രോങ് ആണെങ്കിൽ ജീവിതത്തിൽ നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മളെ കൂടുതൽ ശക്തപ്പെടുത്തും, നമ്മൾ താഴ്ന്നു പോകത്തില്ല. അതേപോലെ നമ്മൾ ദുർബലരാണെങ്കിൽ എന്ത് പറ്റും? പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. So his friendship is good. We praise him every day. ഈ ലാസ്റ്റ് ലൈൻ്റെ മീനിങ് എന്താണെന്നറിയാവോ? we should happily face any troubles in our lives. എന്തെല്ലാം ട്രബിൾസ് വന്നാലും നമ്മൾ ഹാപ്പി ആയിട്ട് അതിനെ ഫേസ് ചെയ്യണം. അതാണ് ആ ലാസ്റ്റ് ലൈൻ്റെ അർത്ഥം. we praise him every day. അതായത് the poet says that we should sing our devotion to the wind god on a daily basis. and meaning എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, we should happily face any troubles in our lives. ഇനി നമുക്ക് നമ്മുടെ പോയം വിൻഡിൻ്റെ
ലിറ്റററി ഡിവൈസസ് നോക്കാം. ഫസ്റ്റ് തന്നെ അനഫോറ നോക്കാം. അനഫോറ എന്ന് പറയുന്നത് അനഫോറ ഈസ് എ റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് മൾട്ടിപ്പിൾ ലൈൻസ്. അതായത് ഒരു വേർഡ് അല്ലെങ്കിൽ ഫ്രേസ് റിപ്പീറ്റായിട്ട് വരുന്നത്, അത് മൾട്ടിപ്പിൾ ലൈൻസിൽ അത് തുടരെ വരുന്നതിനാണ് അനഫോറ എന്ന് പറയുന്നത്. അതായത് ഇപ്പം നോക്കിക്കേ നിങ്ങൾ, രണ്ടാമത്തെ ലൈൻ, മൂന്നാമത്തെ ലൈനും നാലാമത്തെ ലൈനും നോക്ക്. ഡോണ്ട് ബ്രേക്ക് ദ ഷട്ടേഴ്സ് ഓഫ് ദ വിൻഡോ, ഡോണ്ട് സ്കാറ്റർ ദ പേപ്പേഴ്സ്, ഡോണ്ട് ത്രോ ഡൗൺ ദ ബുക്സ് ഓൺ ദ ഷെൽഫ്. അവിടെ ഏത് വേർഡാണ് വന്നിരിക്കുന്നത്? ഡോണ്ട് എന്ന് വന്നിരിക്കുന്നത്. അതാണ് അവിടുത്തെ അനഫോറ. അതുപോലെ അടുത്ത ലൈൻ വിട്ടിട്ട് നോക്കിക്കേ. യു ടോർ ദ പേജസ് ഓഫ് ദ ബുക്സ്, യു ബ്രോട്ട് റെയിൻ എഗെയിൻ, യു ആർ വെരി ക്ലെവർ അറ്റ് പോക്കിംഗ് ഫൺ അറ്റ് വീക്ക്ലിങ്സ്. അവിടെയുള്ള വേർഡ് അനഫോറ ഏതാ? യു എന്നുള്ള വേർഡാണ്. അപ്പോൾ അനഫോറ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേഷൻ ഓഫ് എ വേർഡ് അല്ലെങ്കിൽ ഫ്രേസ്. അപ്പോൾ ഇവിടുത്തെ റിപ്പീറ്റേഷൻ ഏതാ വന്നിരിക്കുന്നത്? ഫസ്റ്റ് വന്നത് ഡോണ്ടും പിന്നെ വന്നത് യുവും. അപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസിൽ ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെയാണ് അനഫോറ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് പെർസോണിഫിക്കേഷൻ നോക്കാം. പെർസോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ലിറ്റററി ഡിവൈസാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഗീവ്സ് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് ടു നോൺ ഹ്യൂമൻ ബീങ്സ്. അതായത് ഹ്യൂമണിന് വിശേഷപ്പെട്ട ക്യാരക്ടേഴ്സ് നോൺ ഹ്യൂമൻ ബീങ്സിന് കൊടുക്കുന്നതിനെയാണ് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താണെന്ന് നോക്കിയേ, ഇവിടെ വരുന്നുണ്ടല്ലോ, യു ആർ വെരി ക്ലെവർ അറ്റ് പോക്കിംഗ് ഫൺ അറ്റ് വീക്ക്ലിങ്സ്. അപ്പോൾ ഇവിടെ വിൻഡിനെ പെർസോണിഫൈ ചെയ്ത് ഒരു പേഴ്സണായിട്ട് കണക്ക് കൂട്ടി പറയുവാണ്, യു ആർ വെരി ക്ലെവർ അറ്റ് പോക്കിംഗ് ഫൺ അറ്റ് വീക്ക്ലിങ്സ്. വിൻഡ് ഒരു ഹ്യൂമൻ ബീൻ ആണോ? അല്ല. പക്ഷെ നോൺ ഹ്യൂമൻ ബീനിന് ഹ്യൂമൻ ക്യാരക്ടറിസ്റ്റിക് കൊടുത്തുകൊണ്ട് പറയുന്നതിനെയാണ് ഇവിടെ പെർസോണിഫിക്കേഷൻ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് റിപ്പീറ്റേഷൻ നോക്കാം. റിപ്പീറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിറ്റററി ഡിവൈസാണ്. അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ റിപ്പീറ്റിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ഫ്രേസസ് അല്ലെങ്കിൽ ലൈൻസ് ഓർ സ്റ്റാൻസസ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റേഷൻ എന്താ വന്നതെന്ന് നോക്കിയേ. ക്രംബ്ലിംഗ് റാഫ്റ്റേഴ്സ്, ക്രംബ്ലിംഗ് വുഡ്, ക്രംബ്ലിംഗ് ബോഡീസ്, ക്രംബ്ലിംഗ് ലൈഫ്സ്, ക്രംബ്ലിംഗ് ആർട്സ്. അപ്പോൾ ഏത് വേർഡ് റിപ്പീറ്റഡ് ആയത്? ക്രംബ്ലിംഗ്. അപ്പോൾ ഈ ക്രംബ്ലിംഗ് എന്നുള്ള വേർഡ് റിപ്പീറ്റ് ആകുന്നതിന് അത് ആക്ച്വലി പോയിട്ട് എംഫസൈസ് ചെയ്യുന്നത് എന്താണെന്നറിയാവോ? പോയിട്ട് എംഫസൈസസ് ദാറ്റ് എവറിത്തിങ് ക്രംബിൾസ് ഇൻ ദ ഫോഴ്സ് ഓഫ് എ സ്ട്രോങ് വിൻഡ്. സ്ട്രോങ് വിൻഡിൻ്റെ ഫോഴ്സ് കാണും, എല്ലാം ക്രംബിൾ ചെയ്യും എന്ന് എംഫസൈസ് ചെയ്യുവാണ് ഇവിടെ. ഇനി അടുത്തത് നോക്കിക്കേ, അലിട്രേഷൻ ഉണ്ടല്ലോ ഇവിടെ. അലിട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അലിട്രേഷൻ ഈസ് റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ്. അതായത് ലൈൻ 12 നോക്ക്, 19 നോക്ക്, 20 നോക്ക്. ലൈൻ നമ്പർ 12 എടുത്തേ. ദ വിൻഡ് ഗോഡ് വിനോസ് ആൻഡ് ക്രഷസ് ദം ഓൾ. അതിൽ റിപ്പീറ്റായിട്ട് വരുന്ന കോൺസണന്റ് സൗണ്ട് ഏതാ? ഡബ്ല്യു. കോൺസണൻറ്റും വവലും അറിയാമല്ലോ. വവൽ എന്ന് പറഞ്ഞാൽ എന്നത് ഏത് സൗണ്ടാണ്? എ, ഇ, ഐ, ഒ, യു. അത് അല്ലാതെ മിച്ചമുള്ള എല്ലാ സൗണ്ട്സിനെയാണ് പറയുന്നത് കോൺസണൻസ് എന്ന്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതിൽ കോൺസണന്റ് സൗണ്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് വന്നത് ഡബ്ല്യു, വിൻഡും അതിൻ്റെ അടുത്തായിട്ട് വന്ന് വിനോസ്, ഡബ്ല്യു. അപ്പോൾ അതാണ് അവിടുത്തെ കോൺസണന്റ് സൗണ്ട്സ്. അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അത് അലിട്രേഷൻ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ വേർഡ്സിൻ്റെ ബിഗിനിങ് വരുന്നതുകൊണ്ട് ആ കോൺസണന്റ് സൗണ്ട്സിനെയാണ് പറയുന്നത് അലിട്രേഷൻ. അതുപോലെ ഇനി നമ്മുടെ ലൈൻ നമ്പർ 19 എടുത്ത്. ദ വിൻഡ് ബ്ലോസ് ഔട്ട് വീക്ക് ഫയേഴ്സ്. അപ്പം ഇവിടെ ഏതാ വരുന്നത്? ഡബ്ല്യു, അതായത് വിൻഡ് കോൺസണന്റ് സൗണ്ട്. അടുത്ത ഏതാ വരുന്നത്? ഡബ്ല്യു, വീക്ക്. അപ്പം കോൺസണന്റ് സൗണ്ട്. 20ാമത്തെ ലൈൻ നോക്കിക്കേ. ഹീ മേക്സ് സ്ട്രോങ് ഫയേഴ്സ് റോർ ആൻഡ് ഫ്ലറിഷ്. അപ്പോൾ ഇതിൽ കോൺസണന്റ് സൗണ്ട്സ് ഏതൊക്കെയാണ്? എഫ്, ഫയേഴ്സ്, ഫ്ലറിഷ്, എഫ്. അപ്പോൾ ഇവിടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള കോൺസണന്റ് സൗണ്ട്സ് അറ്റ് ദ ബിഗിനിങ് ഓഫ് വേർഡ്സ് വന്നാൽ അതിനെ അലിട്രേഷൻ എന്ന് പറയും. ഇനി നമുക്ക് സിംബിളിസവും മെറ്റഫറും നോക്കാം. അതായത് സിംബിളിസം എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ലിറ്റററി ഡിവൈസാണ്. വേർ സിംബിൾസ് വർക്ക് ടു റെപ്രസെൻറ്റ് ഐഡിയാസ്. ഇവിടെ വിൻഡിനെയാണ് സിമ്പിളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിന്? നമ്മൾ ചലഞ്ചസും ഒബ്സ്റ്റക്കിൾസ് പീപ്പിൾ ഫേസസ് ചെയ്യുന്നില്ലേ, അതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ മെറ്റഫർ ഉണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ചാണ് ദാറ്റ് ഈസ് യൂസ് ടു മേക്ക് എ കമ്പാരിസൺ. ഇവിടെ എന്തിനെയാണ് നമ്മൾ മെറ്റഫറായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്? വിൻഡിനെയാണ്. ദ വിൻഡ് ഈസ് എ മെറ്റഫർ ഫോർ ദ ചലഞ്ചസ് ദാറ്റ് പീപ്പിൾ ഫേസ് ഇൻ ലൈഫ്. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് എക്സ്പ്ലനേഷൻ. ഞാൻ പഠിപ്പിച്ചത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഫീൽ ദിസ് ക്ലാസ് യൂസ്ഫുൾ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ടു. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.